ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തുടക്കത്തിൽ തന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും ഞാൻ പിക്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തലേ ദിവസം പച്ചരിയും ഉഴുന്നും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് അരച്ച് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് വീട്ടിൽ പെട്ടെന്ന് അരിയും അതുപോലെ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ നമുക്കൊരു ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയും നമ്മളുടെ ചോറുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് തലേ ദിവസം ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് യൂസ് ആക്കാം കേട്ടോ. അത് സെയിം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിയും അരിപ്പൊടിയും സെയിം ക്വാണ്ടിറ്റി ആവണം. എന്നിട്ട് അതൊരു മിക്സിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കേട്ടോ അരച്ചെടുക്കാൻ. വെള്ളം അധികമാവരുത്. നമ്മൾ ഒരു തവണ അരച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ മാവ് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മാവ് ഇങ്ങനെ ഒറ്റയടിക്ക് അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അരിയൊന്നും ഇല്ലാണ്ട് അരിപ്പൊടിയും അതുപോലെ നമ്മളുടെ ചോറും വെച്ചാണ് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ സോഡാപ്പൊടിയൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ രാത്രി അങ്ങനെ ഇത് മിക്സാക്കി വെച്ച് കിടന്നു. പിന്നെ രാവിലെ മക്കൾക്ക് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി മാവ് ഒന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇഡ്ഡലി കുക്കറിലോട്ട് നമുക്ക് ഈ നമ്മളുടെ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഇഡ്ഡലി പാത്രങ്ങളിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ നോർമൽ ഇഡ്ഡലിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സോഫ്റ്റ്നെസ്സും ഉണ്ട്, അതുപോലെ നോർമൽ ഇഡ്ഡലിയുടെ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഇഡ്ഡലിയും ചട്നിയും അതുപോലെ ചമ്മന്തി ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. മക്കൾക്കാണെങ്കിലും ഇഡ്ഡലി അതുപോലെ തക്കാളി ചമ്മന്തി ചട്നി ഉണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും. അവർക്ക് ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് കഴിക്കാനും സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലോട്ട് നമ്മളുടെ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇനി എന്താ നാളെ കൊടുക്കുക എന്നുള്ള ടെൻഷൻ വേണ്ട. ഇങ്ങനെ ഉള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സൈഡായിട്ട്, അതായത് നമ്മൾക്ക് 2 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മളുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഓരോന്നും എടുത്ത് മാറ്റുകയാണ്. നമ്മൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇത് അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇഡ്ഡലി അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ചൂടൊന്നാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്നും ഇഡ്ഡലി അടർത്തിയെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ മക്കൾക്കൊക്കെ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ വീട്ടിൽ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് അരച്ച് വെച്ച് അപ്പം തന്നെ ഇഡ്ഡലി മക്കൾക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ മോൾക്ക് ഇഡ്ഡലി വേണമെന്ന് വാശി പിടിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമൽ ഇഡ്ഡലി പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഉള്ള നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി പോലെ തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഇതിനകത്ത് സൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചട്നി, പിന്നെ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി. നമ്മളിവിടെ തക്കാളി ചമ്മന്തിയാണെന്ന് പറയുക. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഇപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 നമ്മളുടെ തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി, പിന്നെ അതിൻ്റെ ഒരു വേറെ തക്കാളിൻ്റെ ഹാഫ്, അങ്ങനെ 1.5 തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് വഴണ്ടി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിനകത്ത് വറ്റൽമുളക് ആഡ് ചെയ്യുന്നവരുണ്ട്. വറ്റൽമുളകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ
അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മളുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ മുളക് പൊടി ആഡ് ചെയ്താൽ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.